ഹായ് ഹലോ നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഇന്നത്തുള്ളത് മുഖത്തെ അടയാളങ്ങൾ, അതായത് പിഗ്മെൻറ്റേഷൻ വന്നതായാലും മുഖക്കുരു വന്ന പാടുകളായാലും അല്ലെങ്കിൽ സൺ ടാൻ ആയിട്ടുള്ളതായാലും മുഖത്ത്, കൈകളിൽ, കഴുത്തിലുള്ള അടയാളങ്ങളെല്ലാം മാറ്റിയെടുക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു DIY ക്രീമുമായിട്ടാണ്. ഇത് ഉണ്ടാക്കിയെടുക്കാൻ വളരെ എളുപ്പമാണ്. അതുപോലെ ഇത് ഫ്രിഡ്ജിൽ തന്നെ സൂക്ഷിക്കേണ്ടുന്നതുമാണ്. ഉപയോഗിക്കേണ്ടുന്ന വിധമാണെങ്കിൽ ഡെയിലി 2 നേരം ഇത് അപ്ലൈ ചെയ്ത് 5 മിനിറ്റ് നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ഒരാഴ്ച കൊണ്ട് തന്നെ, ഒരു തവണ ഉണ്ടാക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് നല്ലൊരു റിസൾട്ട് കിട്ടുന്ന നല്ലൊരു ക്രീമാണ്. ഒറ്റ അടയാളം പോലും ഇല്ലാതെ നമ്മുടെ സ്കിന്നൊക്കെ നന്നായിട്ട് തിളങ്ങും. അപ്പോൾ ഇത് ഉണ്ടാക്കിയെടുക്കാനായിട്ട് ഞാനിവിടെ ആദ്യമായിട്ട് എടുത്തിട്ടുള്ളത് 1 ക്യാരറ്റും ഒരു നോർമൽ സൈസിലുള്ള ഒരു പൊട്ടറ്റോയും. ഇത് രണ്ടും ആദ്യം എൻ്റെ സ്കിന്നൊക്കെ ഒന്ന് മാറ്റിയിട്ട് നന്നായിട്ടൊന്ന് കഴുകിയെടുത്തിട്ട് കൊണ്ടുവരാം. സ്കിന്നൊക്കെ ഒന്ന് മാറ്റി കഴുകിയെടുത്തതിന് ശേഷം ഇതിനെ നമുക്കൊരു ഗ്രേറ്ററിലിട്ട് നന്നായിട്ടൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കണം. അല്ല എന്നുണ്ടെങ്കിൽ ചെറുതായിട്ട് മുറിച്ച് നേരിട്ട് മിക്സിയുടെ ജാറിലേക്കിട്ട് നന്നായിട്ട് അരച്ചെടുത്താലും മതിയാകും. പക്ഷേ അതിനെക്കാട്ടിയൊക്കെ നല്ലത് ഇതുപോലെ ഒരു 5 മിനിറ്റ് എടുക്കുമെന്നേ ഉള്ളൂ. പെട്ടെന്ന് തന്നെ നമുക്ക് അരഞ്ഞും മൊത്തം കംപ്ലീറ്റ് ജ്യൂസും എല്ലാം എടുക്കാൻ ഇതുപോലെ ഞാൻ 2 പൊട്ടറ്റോയും ക്യാരറ്റും ഇതുപോലെ ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിനുശേഷം മിക്സിയുടെ ജാറിലേക്ക് പ്രത്യേകം വേണമെന്നില്ല, രണ്ടിനെയും കൂടെ ഒന്നിച്ച് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. വേറെ വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കരുത്. ഇത് തന്നെ നന്നായിട്ട് അരഞ്ഞു വന്നോളും. പ്രത്യേകിച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. അതിനുശേഷം ഇതിനെ നന്നായിട്ട് അരച്ചെടുക്കാം. നല്ല പേസ്റ്റായിട്ട് അരച്ചെടുക്കണം. അതിനുശേഷം നമ്മൾ ഇതിനെ അരിച്ച് ഒരു അരിപ്പ ഉപയോഗിച്ച്, ചായ അരിപ്പായാലും മതിയാകും, അതല്ലെങ്കിൽ ഒരു തുണിയിലൂടെ അരിച്ചെടുക്കാം. അരിച്ചിട്ട് നമുക്ക് ഇതിൻ്റെ ജ്യൂസാണ് എടുക്കേണ്ടുന്നത്. ഇവിടെ ഞാൻ നോക്കിക്ക് നല്ല സോഫ്റ്റായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതുപോലെ ഒരു ചായ അരിപ്പിലൂടെ ഇതിനെ ചെറുതായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതിൻ്റെ ജ്യൂസെല്ലാം നല്ല വെള്ളമൊന്നും ഒഴിക്കാതെ നല്ല കുറുകിയ ജ്യൂസ് തന്നെയാണ്. അപ്പോൾ ഇത് പൊട്ടറ്റോ എല്ലാവർക്കും അറിയാം, നമ്മുടെ സ്കിന്നിനുണ്ടാകുന്ന എല്ലാവിധ നിറവ്യത്യാസങ്ങൾക്കും എല്ലാം നല്ലതാണ് പൊട്ടറ്റോ. അതുപോലെ ക്യാരറ്റും മുഖത്തെ ഡ്രൈനെസ് എല്ലാം മാറ്റുന്നതിനും സ്കിൻ സോഫ്റ്റ് ആക്കുന്നതിനും ഒക്കെ നല്ലതാണ് ക്യാരറ്റ്. അതുപോലെ കളർ കൂട്ടുന്നതിനും നല്ലതാണ്. പിന്നെ ഇതിനെ ആദ്യം ഒന്ന് അരിച്ചെടുത്തതിന് ശേഷം ഞാൻ വീണ്ടും ചെറിയ നമ്മൾ അരിച്ചപ്പം വന്ന ചെറിയ പൊടികളൊക്കെ പെട്ടിട്ടുണ്ടാകും. അതുകൊണ്ട് ഒരു തവണ കൂടി ഇതിനെ ഒന്ന് അരിച്ചെടുക്കുന്നു. ഇങ്ങനെ അരിച്ചെടുത്തിട്ട് കിട്ടുന്ന ആ സ്മൂത്തായിട്ടുള്ള വേസ്റ്റിനെ നമുക്ക് കളയേണ്ടുന്ന ആവശ്യമില്ല. പൊട്ടറ്റോയുടെ വേസ്റ്റും അതുപോലെ ക്യാരറ്റിൻ്റെ വേസ്റ്റുമാണ്. ഇതിനെ നമുക്ക് ഒരു സ്ക്രബായിട്ട് ഉപയോഗിക്കാവുന്നതാണ്. കുളിക്കുന്നതിന് മുമ്പായിട്ട് മുഖത്തും കഴുത്തിലൊക്കെ നന്നായിട്ടൊരു സ്ക്രബ് കൊടുക്കുന്നതിന് ഈ വേസ്റ്റ് ഉപയോഗിക്കാം. ഇനി നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ഈ ഒരു ജ്യൂസിലേക്ക് കുറച്ച് സാധനങ്ങൾ ചേർത്ത് കൊടുക്കാനുണ്ട്. അപ്പോൾ അതിന് മുമ്പായിട്ടൊരു കാര്യം പറഞ്ഞിട്ട്, വീഡിയോ കണ്ടിഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും, ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കാനും, സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെൽ ബട്ടൺ കൂടി ഒന്ന് ഓളാക്കി കൊടുത്താൽ എൻ്റെ അടുത്ത വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടനെ തന്നെ കിട്ടുന്നതായിരിക്കും. അങ്ങനെ പൊട്ടാറ്റോ ക്യാരറ്റ് ജ്യൂസ് നമ്മൾ മിക്സ് ചെയ്ത് റെഡിയാക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്ന സാധനങ്ങളാണ് വിറ്റാമിൻ ഇയുടെ 2 ക്യാപ്സൂൾ. നമ്മൾ 2 ക്യാപ്സൂളുകളൊക്കെ എടുത്തിട്ടുണ്ട്. ഒരു സേഫ്റ്റി പെൻ കൊണ്ടോ ഒരു ബ്ലേഡ് കൊണ്ടോ ഒരു കത്തി കൊണ്ടോ ഒന്ന് തുമ്പറ്റ ഒന്ന് മുറിച്ച് കൊടുത്താൽ നമുക്ക് ഇതിനകത്ത് ഓയിൽ ഇതുപോലെ പ്രസ് ചെയ്ത് മാറ്റിയെടുക്കാം. 2 എണ്ണത്തിനകത്തുള്ള ഓയിൽ മാത്രം മതിയാവും. പിന്നെ ഇതിനകത്തേക്ക് വേണ്ടുന്നത് അലോവേര ജെല്ലാണ്. അതെടുക്കുമ്പോൾ പ്രത്യേകിച്ച് കളറോ മണമോ ഒന്നും ആഡഡ് ഫ്ലേവേഴ്സ് ഒന്നും ഇല്ലാത്ത നല്ല ജെല്ല് മാർക്കറ്റിൽ കിട്ടും. നമ്മുടെ അലോവേരയിൽ നിന്ന് ഫ്രഷ് ജെല്ല് എടുക്കുന്ന പോലെ തന്നെയുള്ള ജെല്ലുകൾ അത് മേടിക്കാൻ ശ്രമിക്കുക. അതിനുശേഷം അതിൽ എടുത്തിട്ടുള്ളത് 2 ടേബിൾ സ്പൂൺ അളവിലുള്ളതാണ്. നമ്മൾ എടുത്തിട്ടുള്ള ജ്യൂസ് ഏകദേശം ഒരു 4 ടേബിൾ സ്പൂൺ അളവിലുണ്ടാവും. 2 വിറ്റാമിൻ ഇ ഓയിലും 2 ടേബിൾ സ്പൂൺ അളവിലുള്ള അലോവേര ജെല്ലും ചേർത്ത് കൊടുത്തിട്ടുണ്ടാവും. ഇത്ര മാത്രമേ ഉള്ളൂ ചേർത്ത് കൊടുക്കാനുള്ള സാധനങ്ങൾ. ഇനി ആണ് ചെറിയൊരു പണിയുള്ളത്. നന്നായിട്ട് കൈയെടുക്കാതെ നല്ല സ്പീഡിൽ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. ഒരു കോഫി ബ്ലെൻഡറോ മറ്റോ ഉള്ളവർക്കാണെങ്കിൽ പെട്ടെന്ന് അത് മിക്സായി കിട്ടും. അല്ലെങ്കിൽ തന്നെ നമ്മൾ 5 മിനിറ്റ് കൈയെടുക്കാതെ നന്നായിട്ട് ഇളക്കി കൊടുക്കുമ്പോൾ ഇതുപോലൊരു ക്രീമി കൺസിസ്റ്റൻസിയിൽ നോക്കിയൊക്കെ ഇതുപോലെ ആയി കിട്ടും നമ്മുടെ ക്രീം. ഇനി ഇതിനെ നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാവുന്നതാണ്. എനിക്ക് ഇവിടെ ഒരു 2 ആഴ്ചയോളമൊക്കെ ഇത്രയും ക്രീം ഉപയോഗിച്ചു. രാവിലെയും രാത്രിയിലും 2 നേരമായിട്ടാണ് ഞാൻ ഉപയോഗിച്ചത്. നല്ല റിസൾട്ടാണ്. നമ്മുടെ ബ്ലാക്ക് മാർക്സുകളെല്ലാം മാറിക്കിട്ടും. ശ്രദ്ധിക്കേണ്ടുന്നത് ഇതിനെ എന്തെങ്കിലും ഞാനിവിടെ പ്ലാസ്റ്റിക് കണ്ടെയ്നറിലാണ് എടുത്തിട്ടുള്ളത്. ഗ്ലാസ് ബോട്ടിലോ ആയാലും വളരെ നല്ലതാണ്. ഇതുപോലെ ഒരു കണ്ടെയ്നറിലാക്കിയിട്ട് അടപ്പുള്ളതായിരിക്കണം. ഇതിനെ ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം. ഫ്രിഡ്ജിൽ നിന്ന് എടുക്കുമ്പോൾ ഓരോ തവണയും കൈയിട്ട് നമ്മൾ എടുക്കാതെ
ഒരു സ്പൂൺ ഉപയോഗിച്ച് ഒന്ന് ഫുള്ളായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം എടുത്ത് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. അപ്ലൈ ചെയ്തതിന് ശേഷം നല്ല രീതിയിൽ ഒരു 5 മിനിറ്റ് നേരമെങ്കിലും മസാജ് ചെയ്യുക. മസാജ് ചെയ്തതിന് ശേഷം നോർമൽ വെള്ളം ഉപയോഗിച്ച് കഴുകിക്കളയാവുന്നതാണ്. കഴുകിക്കളയാതെ അതേ രീതിയിൽ ഉണങ്ങിയാലും പ്രശ്നമൊന്നുമില്ല. വല്ലാത്ത ടൈറ്റ്നെസ്സോ ഇച്ചിങ്ങോ അങ്ങനെ ഒന്നും ഫീൽ ചെയ്തില്ല. ഇനി അങ്ങനെ വല്ലതും ഉണ്ടെങ്കിൽ മാത്രം കഴുകിക്കളയുക, അല്ലെങ്കിൽ ഒരു 5 മിനിറ്റ് മസാജ് ചെയ്ത് അങ്ങനെ വിട്ടേക്കുക. ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമുക്ക് ക്രീം കിട്ടിയിട്ടുള്ളത്. വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള നല്ല ഒരു ക്രീമാണ്. അപ്പം ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കുക. കൂട്ടുകാർക്ക് വേണ്ടിയിട്ടത് ഷെയറും ചെയ്ത് കൊടുക്കുക. പിന്നെ ഇതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നേരത്തെ പറഞ്ഞ പോലെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ തന്നെ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് സപ്പോർട്ടിങ്.